രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ലോക്സഭയിൽ പ്രസ്താവന നടത്തുമെന്നുള്ള വിവരം വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഉണ്ടായ ഇന്ധന പ്രതിസന്ധി ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജ്യം. 14.2 കിലോഗ്രാം പാചകവാതകം നിറയ്ക്കാവുന്ന ഗാർഹിക സിലിണ്ടർ 10 കിലോ ആക്കി ചുരുക്കാനാണ് എണ്ണക്കമ്പനികളുടെ നീക്കം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ധന പ്രതിസന്ധി അത് ഏത് രീതിയിലായിരിക്കും പാർലമെന്റിൽ പ്രധാനമന്ത്രി വിശദീകരിക്കുക? ഒപ്പം തന്നെ ഈ ഇന്ധന സിലിണ്ടറുകളുടെ, ഗാർഹിക സിലിണ്ടറുകളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ നീക്കത്തിലേക്കും പോകുന്നുണ്ടല്ലോ OMCകൾ. ഉന്മേഷ്, ക്രിസ്റ്റീന, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ നടത്താനിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതിയുടെ യോഗം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവും അതിനെ തുടർന്ന് രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി, അത് ഊർജ്ജ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രതിസന്ധി, ഒപ്പം തന്നെ വൈദ്യുത ഉൽപാദനം, കൂടാതെ മറ്റ് രാസവളമടക്കമുള്ള സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ തന്നെ ഈ ഉന്നതതല യോഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടാതെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനും തുടർ തീരുമാനമെടുക്കുന്നതിനും മന്ത്രിമാരും സെക്രട്ടറിമാരും അംഗങ്ങളായ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു സംഘർഷം നീണ്ടുപോകും എന്ന ഒരു വിലയിരുത്തലാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒപ്പം തന്നെ നീണ്ടുപോവുകയാണെങ്കിൽ അത് രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. നിലവിൽ രാജ്യത്തെ വൈദ്യുത ഉൽപാദനത്തെ ബാധിക്കാത്ത തരത്തിൽ കൽക്കരി ഖനികളിൽ ഉൽപാദനവും അതിന്റെ വിതരണവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കൽക്കരി മന്ത്രാലയം ഈ ഒരു യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാസവള മേഖലയെയും ഇത് ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഈ യോഗത്തിൽ. ഈ യോഗത്തിന്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് പാർലമെന്റിനകത്ത് തന്നെ നടത്തുക എന്നുള്ളതാണ് രീതി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ തുടർ നീക്കങ്ങൾ, അത് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് പാർലമെന്റിൽ പ്രധാനമന്ത്രി തന്നെ ഇന്ന് വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി, സിലിണ്ടറുകളുടെ LPG സിലിണ്ടറുകളുടെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടക്കാല മാർഗമായാണ് എണ്ണ വിതരണ കമ്പനികൾ ഈ ഗാർഹിക സിലിണ്ടറുകൾ 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകളിൽ ഇനി മുതൽ 10 കിലോയിലേക്ക് അതിൻ്റെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു തീരുമാനത്തിലെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതിലൂടെ നിലവിലുള്ള ഊർജം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനവും ഉടൻ തന്നെ ഉണ്ടാകും. പരമാവധി പേരിലേക്ക് നിലവിൽ കൈവശമുള്ള ഇന്ധനം എത്തിക്കുക എന്നുള്ളതാണ് ഈ എണ്ണ വിതരണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും പ്രധാനമന്ത്രിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ളത് നിർണായകമാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.